السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അമാൻ എന്ന് പറയുമ്പോൾ തന്നെ നിർഭയത്വമാണ്. ഇബ്രാഹിം നബി അലൈഹി വസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് നിർഭയത്വമുള്ള ഭൂമിക്ക് വേണ്ടിയാണ്. അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഞങ്ങളുടെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള മണ്ണാക്കണേ, നാടാക്കണേ എന്ന് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോൾ ആ മസ്ജിദുൽ അമാനിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംഗമം, ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചതിന് ആദ്യമായി മസ്ജിദുൽ അമാനിൻ്റെ മഹല്ലിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അബ്ദുൽ ബാസിത്ത് സാഹിബിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ കർമ്മധീരനായി മഹല്ലിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ചടുലമായ നേതൃത്വം വഹിക്കുന്ന റയീസ് സാഹിബ്, അതുപോലെ എല്ലാ പിന്തുണകളുമായി കൂടെ നിൽക്കുന്ന കമ്മിറ്റി, അവർക്ക് അഭിനന്ദനം ആദ്യമേ തന്നെ നൽകുന്നത് എന്തിനെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഫോം ചെയ്തത് നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, നമുക്ക് ഈ സമൂഹത്തോട് സംവദിക്കേണ്ടതുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് നമ്മളുടെ ഐക്യദാർഢ്യം നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ അടിച്ചമർത്തപ്പെടുന്നവന് വേണ്ടി, നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അത് ഫലസ്തീനിന്റെ വിഷയത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ ആരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നീതി നിഷേധങ്ങൾ നേരിടുമ്പോഴും ആ നീതി നിഷേധങ്ങൾക്കും അടിച്ചമർത്തപ്പെടലുകൾക്കുമെതിരെ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ബുൾഡോസർ രാജ് ഉൾപ്പെടെ, നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന തല്ലിക്കൊലകൾക്ക് ഉൾപ്പെടെ, നമ്മളുടെ രാജ്യത്ത് നിരപരാധികളായിക്കൊണ്ട് ഇന്നും ജയിലറകളിൽ കഴിയുന്ന നിരപരാധികൾക്ക് വേണ്ടി ഉൾപ്പെടെ സംസാരിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു നാട് എന്ന നിലയിൽ ഈരാറ്റുപേട്ടയുടെ പ്രധാന ഭാഗമായ നടക്കലും അഭിനന്ദനം അർഹിക്കുകയാണ്. നമ്മളൊക്കെ നേരത്തെ ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ്, ഈ നാട്ടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു നീതിയുടെ ശബ്ദമാണ് ബഹുമാനപ്പെട്ട നദീർ ഉസ്താദിന്റെ ശബ്ദം എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു നാട്ടിലെ അനീതിക്കെതിരെ, ആ നാട്ടിലെ അക്രമിയായ ഭരണാധികാരിക്കെതിരെ പരസ്യമായി നിന്നുകൊണ്ട്, യോഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആർജവമായി സംസാരിക്കുന്ന നദീർ ഉസ്താദിനെ വീഡിയോകളിലൂടെയും ഫോട്ടോയിലൂടെയും ഒക്കെ കാണുമ്പോൾ അത്ഭുതമുണ്ടായിരുന്നു. അതേ നിലയ്ക്ക് ആർജവത്തോടുകൂടെ ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ സത്യം പറയുന്ന, നീതി പറയുന്ന, ആ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്നവരാകണം ഇമാമിങ്ങൾ എന്ന് ശക്തമായ സന്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെ നമുക്ക് മുന്നിൽ ഈ വേദിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് പറയുവാനില്ല. കാരണം നമ്മളുടെ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാകുന്ന നെയ്നാട് പള്ളിയുടെ സക്കീർ സാഹിബ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംസാരിക്കുവാനുണ്ട്. ഏതൊരു കാര്യവും ഏതൊരു വിഷയവും ആധികാരികമായി പഠിച്ചുകൊണ്ട് നല്ല നിലയിൽ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഒരു മഹല്ല ഖത്തീബ് എന്ന നിലയ്ക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ, ഫലസ്തീനിന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് സംവദിക്കുവാൻ
കേൾക്കുവാനും സംസാരിക്കുവാനും പറയുവാനും ഉണ്ട് എങ്കിൽ ഈ സമയം അതിന് യോജിച്ചതല്ല എന്നൊരു തിരിച്ചറിവ് ഒരു ഇമാം എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യമാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ ജാഅൽ ഹഖ് വ സഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ, തീർച്ചയായും അസത്യങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യും. അതെ, 1948 നഖബ എന്ന വലിയൊരു ദുരന്തത്തിലൂടെ ആ ദുരന്തം കൊണ്ട് ഒരു നാടിനെ മുഴുവനും 1 ലക്ഷത്തിൽ പരം ആളുകളെ 7 ലക്ഷത്തിൽ പരം ആളുകളെ ഭവനരഹിതരാക്കിക്കൊണ്ട് ഫലസ്തീനിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ഫലസ്തീനിലെ മക്കളെ ഇന്നും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും അധികം ഒരു സമൂഹത്തെ മുഴുവനും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ മേൽ ഫോസ്ഫറസ് ബോംബുകളും സ്ഫോടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾക്ക് നേരെ നമുക്ക് പറയാനെങ്കിലും ആ ഫലസ്തീനികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പറയുവാനെങ്കിലും സാധിച്ചില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഇതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടാൻ തയ്യാറായ ആബാലവൃദ്ധം ജനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ദുആ ചെയ്യുകയാണ്. കാരണം മസ്ജിദുൽ അമാൻ, വീണ്ടും പറയുകയാണ്, മസ്ജിദുൽ അമാൻ അത് മാതൃകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും മാറ്റി നിർത്താതെ DKLM-ന്റെ നൗഫൽ ബാക്കവി ഉസ്താദ് ഉൾപ്പെടെ ഓരോ സംഘടനകളുടെയും രാഷ്ട്രീയപരമായ സംഘടനകളുടെയും മതസംഘടനകളുടെയും നേതൃത്വങ്ങൾ സലാഹി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരും ഈ വേദിയിലുണ്ട്. എല്ലാ നേതൃത്വങ്ങളും ഇവിടെയുണ്ട്. ഇതൊരു മാതൃകയാണ്. ഈ ഐക്യം ഒരു മാതൃകയാണ്. ഈ ഐക്യം നമ്മളുടെ നാടിന് വേണ്ടിയും ഉണ്ടാകണം, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയും ഉണ്ടാകണം. നമ്മളുടെ രാജ്യത്ത് അതെ അവിടെ സയനിസമാണ് എങ്കിൽ ഇവിടെ ഇന്ന് ഫാഷിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫാഷിസത്തിനെതിരെയും ഒന്നിക്കുവാനുള്ള കരുത്ത്, ആർജവം നമുക്ക് ഉണ്ടാകണം എന്ന സന്ദേശം ഞാൻ ഇതോടുകൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. അല്ലാഹു തആല ചോദിക്കുകയാണ്, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടാതിരിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത്? എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദ്അഫീന മിനൽ റിജാൽ വൻ നിസാഇ വൽ വിൽദാൻ, അതേ ദുർബലരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? അവർ പറയുകയാണ്, അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ, അല്ലാഹുവേ ഈ അക്രമികളുടെ നാടുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ് എന്ന് വിളിച്ചു പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി, അധസ്ഥിതർക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് പറയാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോൾ ആ ഖുർആനിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഇവിടെ നിറവേറ്റിക്കൊണ്ട് ഈ മസ്ജിദ് അമാൻ ഇവിടെ മാതൃക കാണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദുൽ അമാനിന്റെ ഭാരവാഹികൾക്കും ഇവിടെ എത്തിച്ചേർന്ന നേതൃത്വങ്ങൾക്കും ഇവിടെ അണിനിരുന്ന ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹ്മൂദ് ദർവേഷ്, അദ്ദേഹം ഫലസ്തീനിന്റെ ദേശീയ കവിയാണ്. അദ്ദേഹം അറബിയിൽ ഒരു കവിത രചിച്ചു. അത് നിങ്ങളുടെ മുന്നിൽ 2 വരി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംസാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. സതൻതഹിൽ ഹർബ് വയതസാഫഹുൽ ഖാദ വതബ്ഖാ തിൽകൽ അജൂസ് تنتظر ولدها الشهيد وتلك الفتاة تنتظر زوجها الحبيب وأولئك الأطفال ينتظرون والدهم لا أعلم من باع الوطن ولكنني رأيت من دفع الثمن. മഹ്മൂദ് ദർവേഷ് പറഞ്ഞത് മനോഹരമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ യുദ്ധം അവസാനിക്കും, നേതാക്കൾ ഹസ്തദാനം നടത്തും, വൃദ്ധയായ ആ സ്ത്രീ
രക്തസാക്ഷിയായ തന്റെ മകൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കും. പെൺകുട്ടി അവളുടെ ഭർത്താവിനായി കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കും. കുട്ടികൾ അവരുടെ വീരനായകനായ പിതാവിനെ കാത്തിരുന്നവർ ഉറങ്ങിപ്പോകും. എന്തിനാണ് ഈ യുദ്ധമെന്ന് എനിക്കറിയില്ല, ഈ നാടിനെ വിലക്കെടുത്തത് ആരാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന്റെ വില കൊടുക്കുന്നത് ആരാണ് എന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫലസ്തീനിന്റെ ദേശീയ കവി മഹ്മൂദ് ദർവേഷ് പറഞ്ഞത് യുദ്ധത്തിന്റെ ആത്യന്തികമായ ഫലം നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്, നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനചിത്തമായ ജീവിതം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫലസ്തീനിന് വേണ്ടി, അതിന്റെ പോരാട്ടത്തിന് വേണ്ടി ഷഹീദായ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെ ആ രാജ്യത്തെ റൺതീസി ഉൾപ്പെടെ അഹമ്മദ് യാസീൻ ഉൾപ്പെടെ മുഴുവൻ നേതൃത്വങ്ങൾക്കും, ഇതുവരെ മരണപ്പെട്ട എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരപരാധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല فرحين بما يستبشرون بنعمة من الله وفضل. അല്ലാഹു തആല അനുഗ്രഹിച്ച അവരുടെ രക്തസാക്ഷിത്വം കൊണ്ട്, ഷഹാദത്ത് കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആ സ്വർഗ്ഗത്തിൽ പാറിപ്പറക്കുന്ന, ആ സന്തോഷത്തിൽ പാറിപ്പറന്ന് സന്തോഷം പങ്കിടുന്ന ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ ഇവർ കണ്ടിരുന്നെങ്കിൽ എന്ന്, ജനങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്ന ആ പരിപൂർണമായ ഷഹാദത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.